ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആദിക്കും വയ്യ, പിന്നെ അമ്മയ്ക്കും വയ്യ. ആദിക്ക് നല്ല പനിയാണ് കേട്ടോ. ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുള്ള പനിയാണ്. അപ്പോൾ അവൻ പനിച്ച് വരച്ച് കിടക്കുകയാണ്. പിന്നെ അമ്മയ്ക്കും വയ്യ. പിന്നെ അമ്മയ്ക്ക് ചെറുതായിട്ട് അമ്മ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിന് ചെറുതായിട്ട് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അമ്മയും കിടക്കുകയാണ്. പിന്നെ അച്ഛൻ രാവിലെ എണീറ്റ് കുളിച്ച് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസമാണെങ്കിലോ നല്ല മഴയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാനൊരു 6:45 6:30 കൂടിയിട്ട് എണീറ്റിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണ്. പിന്നെ ഇന്നലെ ആദിക്ക് പനിയായ കാരണം തന്നെ അവന് ഉറക്കം അങ്ങനെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പിന്നെ നേരം വെളിച്ചായിട്ടാണ് ഉറങ്ങണത്. പിന്നെ അമ്മയ്ക്കും വയ്യാത്ത കാരണം അമ്മയും അവൻ്റെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എണീറ്റിട്ട് കിച്ചണിൽ കയറിയിട്ട് പണികളൊക്കെ നോക്കണമല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കണം, അതുപോലെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് നീറ്റിട്ട് ഞാൻ പിന്നെ വേഗം കിച്ചണിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു മൂടിയ ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. ഒരു ശോകം പിടിച്ച ദിവസമാണെന്ന് പറയാം. അപ്പോൾ രാവിലെ തന്നെ വെള്ളപ്പം ഉണ്ടാക്കുക വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. മാവ് നമ്മൾ തലേ ദിവസം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചട്നി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ ചിരകി നമ്മൾ ചട്നി അരയ്ക്കുന്നുണ്ട്. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ പുട്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടാക്കിയ കടലക്കറി കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ആദിക്ക് പനിയായ കാരണം തന്നെ തലേ ദിവസത്തെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടാണ് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേഗം അതിനുള്ള പരിപാടിയിലേക്ക് കടന്നു. പിന്നെ നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലാണെങ്കിലും നമ്മൾ വേറെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് അതൊന്നും ചെയ്യാനുള്ളൊരു ഉഷാറുണ്ടാവില്ലല്ലോ. നമ്മുടെ മനസ്സിൽ ഫുള്ളും വയ്യാതെ കിടക്കുകയാണല്ലോ അവർ, വെയ്യല്ലോ എന്നുള്ളൊരു ഒരു ചിന്തയായിരുന്നു കേട്ടോ പണിയൊക്കെ ചെയ്യുമ്പോഴും. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും എല്ലാം വന്നിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു കാലം നിലത്ത് കുത്താനേ പറ്റില്ല. അമ്മയ്ക്ക് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഇനി 1-2 ആഴ്ചയ്ക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചുക്കുവെള്ളം. അപ്പോൾ ജീരകം ഇട്ടിട്ടാട്ടോ അപ്പോൾ വെള്ളം തിളപ്പിക്കാറാം. കാരണം മറ്റേ ദാഹശമനിട്ട് തിളപ്പിക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് അതിൻ്റെ ചുവ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ജീരക വെള്ളമാണ് തിളപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മീൻകാരൻ വന്നപ്പോൾ അച്ഛൻ മീൻ വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴും മഴ ഇങ്ങനെ ചാരി ചാരി നിൽക്കുക കേട്ടോ. എന്താണെന്ന് പറയുക, അങ്ങനെ ഒരു ജാതി ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ നമുക്ക് അയിലമീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് നന്നാക്കിയിട്ട് ബാക്കിയുള്ള പണിക്ക് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഗ്രീഷ്മ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അയിലക്കറി അവൾ വെക്കാമെന്ന് പറഞ്ഞിട്ട് അവളവിടെ തേങ്ങ ചിരകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ കിടന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് മീൻ നന്നാക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതിന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഞാനും കൂടിയിട്ട് ഒപ്പം ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെള്ളപ്പൊന്നും. ഒരു വെള്ളപ്പം ഫുള്ളായിട്ട് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മരുന്ന് കഴിച്ചിട്ട് അവൻ പിന്നെയും കിടന്നു. ഇപ്പോൾ ചെറുതായിട്ട് കുറവുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല പനിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകിയിട്ട് വേഗം മീൻ നന്നാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഗ്രീഷ്മ പിന്നെ വറുത്തരച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തേങ്ങയൊക്കെ വറക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം മീൻ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ദിവസമായിരുന്നു. അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ അങ്ങനെ വീഴുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് സ്ലിപ്പായിട്ട് വീണതായിരുന്നു. എന്തോ ഭാഗ്യത്തിനൊന്നും കൂടുതലൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഗ്രീഷ്മ അവിടെ ബീട്രൂട്ട് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നമ്മൾക്കിങ്ങനെ കട്ടിങ് ബോർഡ് ഇല്ലാണ്ടൊന്നും ബീട്രൂട്ട് അരിയാൻ പറ്റില്ല. പക്ഷെ അവൾ കയ്യിൽ വെച്ചിട്ട് തന്നെയായിട്ട് അരിയണത്. പിന്നെ അയിലമീൻ നമ്മൾ 4 എടുത്തിട്ട് വറക്കുന്നുണ്ട്. ബാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് എണ്ണയല്ലേ, അപ്പോൾ പിന്നെ അവന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 4 എടുത്തിട്ടായിട്ട് വറക്കണുള്ളൂ. പിന്നെ നമ്മളിതാ ചുക്കുവെള്ളം അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ മീൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസിന് നല്ല ബുദ്ധിമുട്ടായ കാരണം ഇപ്പോൾ നമ്മളൊക്കെ ഒരുവിധമൊക്കെ അടുപ്പിൽ തന്നെയാട്ടോ വെക്കണത്. പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി അമ്മേനെ കാണാൻ വേണ്ടി വന്നതാട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഗ്രീഷ്മ കൂട്ടാനിക്കുള്ള പണികൾക്കൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നില്ലേ, ഇപ്പം നമ്മളതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലൊന്ന് വെക്കാം ചോറെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഓണാക്കി നോക്കിയതാണ്. എന്തോ ഭാഗ്യത്തിന് അത് വർക്കാവുന്നുണ്ട് കേട്ടോ. കുറേ ആയിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് നമ്മൾ. അപ്പോൾ പിന്നെ റേഷനറി ആയ കാരണം പിന്നെ വേഗം ആവും. അപ്പോൾ പിന്നെ അത് വേഗം ചോറ് വയ്ക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ
പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കടന്നു വന്നത് കേട്ടോ. വേറെ ആരുമല്ല, ഗ്രീഷ്മയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെടപടി നമ്മുടെ പണികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം മീൻ വറുക്കാൻ വെച്ചു, പിന്നെ വേഗം ഉപ്പേരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കറി ഗ്രീഷ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ വേഗം പണികളൊക്കെ നോക്കി അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പപ്പടമൊക്കെ കാച്ചിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓംലേറ്റും കൂടി ഞങ്ങൾ തട്ടിക്കൂട്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം കഴിക്കാനിരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 1:30 കൂടിയിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഗുരുവായൂർ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാൽപ്പായസം കാര്യങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.